നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ചാനൽ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് മറുപടിയാണ്. അത് വാസ്തു സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു വീട് വെച്ച് താമസിക്കുമ്പോഴൊക്കെ നമുക്ക് സംഭവിക്കുന്ന ചില വീടുകളിൽ ഒത്തിരി വീടുകൾ സംഭവിച്ചിട്ടുണ്ടത്, പെട്ടെന്ന് അവിടുത്തെ ഗ്രഹനാഥനോ ഗ്രഹനാഥയ്ക്കോ പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാവുക, നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നവർ പെട്ടെന്ന് കിടപ്പിലാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒത്തിരി ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു വീട് എന്ന് പറയുന്നത് ആ വീട്ടിൽ നമ്മൾ താമസിക്കാൻ തുടങ്ങുന്നത് മുതൽ, അതായത് ആ വീട് നമ്മുടെ തലവര തന്നെ മാറ്റുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമുക്ക് തുടങ്ങുമ്പോൾ നമുക്ക് സൂട്ടബിൾ അല്ലാത്തൊരു വീട്ടിലാണ് നമ്മൾ കയറി താമസിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന വീഴ്ചകൾ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്ന വീഴ്ചകൾ ഉണ്ടാവാം. നല്ല രീതിയിൽ സാമ്പത്തികം വന്നുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് സാമ്പത്തികമില്ലായ്ക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത്. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷു ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ വീടിൻ്റെ ഡയറക്ഷനും അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും. ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷനൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്തോളൂ. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തുതരാം. വിഷയത്തോട്ട് കിടക്കാം. ഒരു വീട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ തലവര തന്നെ മാറ്റാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. നമുക്ക് സൂട്ടബിളായിട്ടുള്ളൊരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവും. നമുക്ക് സൂട്ടബിൾ അല്ലാത്ത രീതിയിലുള്ളൊരു വീട്ടിലാണ് നമ്മൾ താമസിക്കുകയാണെങ്കിലോ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും, അല്ലെങ്കിൽ ഒരു കാര്യം എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടത്തില്ല. കാരണം 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഫീൽഡിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിനകത്ത് സാധാരണ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വീടിൻ്റെ ദർശനം എപ്പോഴും കിഴക്ക് വേണം, കിഴക്ക് ഭാഗത്ത് സ്പേസ് ഉണ്ടാവണം, വടക്ക് ഭാഗത്ത് സ്പേസ് ഉണ്ടാവണം. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മെയിനായിട്ട്. പക്ഷേ ഈ ഫെങ്ഷുയിൽ അതല്ല നമ്മൾ നോക്കുന്നത്. ഫെങ്ഷുയിൽ നോക്കുമ്പോൾ നമ്മുടെ എനർജി ലെവലാണ് നമ്മൾ നോക്കുന്നത്. എനർജി ലെവൽ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ 4 ദിശകളും 4 കോണുകളുണ്ട്, ടോട്ടൽ 8 എണ്ണം. ഇതിൽ ഒരു വ്യക്തിക്ക് 4 മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ, 4 നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ ഇതൊക്കെ ഒത്തിരി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്താവണം നമ്മുടെ ബെഡ്റൂം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്താവണം നമ്മുടെ കിച്ചൺ അല്ലെങ്കിൽ ലിവിങ് റൂം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരേണ്ടത്. അപ്പോൾ ഇതിൽ 2 വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. കിഴക്ക് വിഭാഗമുണ്ട്, പടിഞ്ഞാറ് വിഭാഗമുണ്ട്. അതെങ്ങനെ വിഭാഗം കണ്ടുപിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം അതിൻ്റെ നമ്പർ എടുത്ത് ആ നമ്പർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് പോസിറ്റീവ് എനർജി കിട്ടുന്നത്, എവിടെ നിന്നൊക്കെയാണ് നെഗറ്റീവ് എനർജി കിട്ടുന്നത്, നമ്മുടെ വീട് ഏത് പ്രായത്തിലുള്ളവരാണ്, ആ വീടിനകത്ത് നമുക്ക് എവിടെയൊക്കെ നമുക്ക് ടോയ്ലറ്റ് എവിടെ വേണം, അല്ലെങ്കിൽ ലിവിങ് റൂം എവിടെ വേണം, അല്ലെങ്കിൽ കിച്ചൺ എവിടെ വേണം, ഇങ്ങനെയൊക്കെ പുതിയ വീട് വയ്ക്കുന്നവർക്കാണ് ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൾറെഡി നമ്മുടെ നിലവിൽ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാടക വീട്ടിലോട്ടൊക്കെ താമസിക്കാൻ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കേണ്ടത്, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സമൃദ്ധിയുടെ തട്ടിലാണോ ടോയ്ലറ്റ് ഉള്ളത് എങ്കിൽ ആ വീട് ഒരിക്കലും എടുക്കരുത്. എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു പുതിയൊരു വീട് വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലോട്ട് താമസം മാറുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 4 ദിശകൾ പോസിറ്റീവ് എനർജി കിട്ടുന്നതിൽ അതിൽ ആരോഗ്യത്തിൻ്റെ ദിശയുണ്ട്, സമൃദ്ധിയുടെ ഉണ്ട്, സാമ്പത്തികത്തിൻ്റെ ഉണ്ട്, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഉണ്ട്, തൊഴിലിൻ്റെ ഉണ്ട്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പം നമുക്ക് സമൃദ്ധി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, എല്ലാം പൊളിയും അല്ലേ. ഈ ആരോഗ്യം ഇല്ലെങ്കിലും ഇപ്പോൾ എല്ലാമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശസ്തിയും സമൃദ്ധിയും കിട്ടുന്ന തട്ടിൽ നമ്മുടെ വീട്ടിൽ ആ ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റോ മറ്റോ ഉണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിച്ചിട്ട് ടോയ്ലറ്റ് ഇല്ലെങ്കിൽ മാത്രമേ ആ വീട് എടുക്കാവൂ. വീട് എത്ര വാസ്തുവാണെങ്കിലും നമ്മുടെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും, ഉറപ്പാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, 30 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഈ ഫീൽഡിലുള്ളത്. ഒത്തിരി വീടുകളിൽ ചെന്ന് നോക്കി റീകറക്റ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ എക്സ്പീരിയൻസ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം ഇതിനകത്ത്
അസുഖങ്ങൾ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആൾക്കാർ വിളിച്ചിട്ട് അസുഖത്തിൻ്റെ കാര്യം, ഇതിനകത്ത് വർഷം തോറും മാറി വരുന്ന എനർജി ലെവൽ അങ്ങനെയുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഇയർ ബ്രേക്കർ എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇയർ ബ്രേക്കർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ വർഷത്തെ നശിപ്പിക്കുന്ന സാധനം ഇയർ ബ്രേക്കർ. ഇപ്പം ഇയർ ബ്രേക്കർ മൂവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ് ഇയർ ബ്രേക്കർ പോകുന്നത്. അത് ഓരോ പ്രാവശ്യവും മാറി മാറി റൊട്ടേറ്റ് ചെയ്യുന്ന ഓരോ 15 ഡിഗ്രി ആംഗിളിൽ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഇയർ ബ്രേക്കർ നമ്മൾ വരുന്നതിന് ഇയർ ബ്രേക്കർ ക്രോസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ബെഡ് ഇടാൻ പാടില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇയർ ബ്രേക്കർ ക്രോസ് ചെയ്ത് ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ഈവൻ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പിന്നെ ഇയർ ബ്രേക്കറിന് നമുക്ക് ക്യാൻസർ ഗ്രിഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, കാര്യങ്ങൾ, ഈവൻ ക്യാൻസർ പോലും വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇയർ ബ്രേക്കർ ബ്രേക്ക് ചെയ്തിടരുത്. മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിൻ്റെ, നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ആരോഗ്യത്തിൻ്റെ തട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷനായിപ്പോൾ. എന്നാലും ഒന്ന് വിശദമായിട്ട് പറഞ്ഞിരിക്കും. ഓരോ വരുന്ന വീടുകളിലൊക്കെ ഞാൻ വിശദമായിട്ട് ഓരോന്ന് പറഞ്ഞു തരാം. അപ്പം നമുക്ക് ആരോഗ്യം, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കോൺ നമ്പർ 3 ആണ് വരുന്നത്. എൻ്റെ ആരോഗ്യത്തിൻ്റെ തട്ടെന്ന് വെച്ചാൽ വടക്ക് ഭാഗമാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ വടക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ആരോഗ്യസ്ഥിതിയെ അത് ബാധിക്കും. മനസ്സിലാവുന്നുണ്ട്? അതേപോലെ തന്നെ ഓരോ നമ്പർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അവർക്ക് ആരോഗ്യത്തിൻ്റെ തട്ട് വരുന്നുണ്ട്. അപ്പം ആ ആരോഗ്യത്തിൻ്റെ, നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആ തട്ടിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടായാൽ, മീൻസ് ഒരു ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്കോ അങ്ങനെയുള്ള എന്തെങ്കിലും അവിടെ ഉണ്ടായാൽ നമുക്ക് അസുഖങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും. നമുക്ക് എത്ര സാമ്പത്തികം വന്നു കഴിഞ്ഞാലും നമ്മുടെ ഈ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കാനേ അത് തികയത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യത്തിൻ്റെ തട്ട് ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രശസ്തിയുടെ തട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീടെടുക്കുമ്പോൾ ജസ്റ്റ് ആരെങ്കിലും ഒരാളെ കൺസൾട്ട് ചെയ്ത് വീടെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ചെന്ന് കയറുന്ന വീട്, അല്ലെങ്കിൽ നമ്മളൊരു വീടെടുക്കുമ്പോൾ ആ വീട് നമുക്ക് സൂട്ടബിൾ ആയാൽ നമ്മുടെ തലവര തന്നെ മാറ്റാൻ പറ്റും. തലവര തന്നെ മാറും. എല്ലാ കാര്യങ്ങളും നമുക്ക് സക്സസ് ആവാൻ പറ്റും. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കയറി താമസിക്കുന്നതിന് മുന്നേ നമുക്ക് വീട് സൂട്ടബിൾ ആണോ എന്ന് വ്യക്തമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വീടെടുക്കാവൂ. ഇപ്പം ഒത്തിരി ആൾക്കാർ വീട് വാടകയ്ക്ക് എടുക്കുന്ന ഒരു സമയമാണ്, സ്കൂൾ തുറന്ന സമയമായതുകൊണ്ടും അങ്ങനെയൊക്കെയാണ്. അപ്പം ഈ നമുക്ക് നല്ല സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിട്ട് ഞാൻ തന്നെ സൂര്യദേവമ്മയുടെ കുബേരാശ്രമത്തിൽ നിന്ന് കുട്ടികളുടെ പോക്ക് വരുമ്പോൾ സ്കൂളിൽ നിന്നുള്ള ബസ് ഇവിടെ വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന് ടൗണിലോട്ട് ഞാനൊരു വീടെടുത്തു. അത് ഞാൻ വളരെ ഏകദേശം ഒരു 10-20ഓളം വീട് നോക്കിയിട്ടാണ് ഞാൻ ഒരു വീട് സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്താലേ നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പം 10 ദിവസം താമസിക്കുന്ന ഒരു വീടായിക്കോട്ടെ, എന്നാലും നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ആ വീട് എടുക്കണം. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പം ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒത്തിരി കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് ഓരോ വിഭാഗം എങ്ങനെയാണ് വരുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ കോൺ നമ്പർ കാൽക്കുലേറ്റിനെ കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് ദിവസം ഒരു ഗ്യാപ്പായി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്ന് സ്റ്റുഡിയോയ്ക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിപ്പോയി. അതുകൊണ്ടാണ് ഇതിൻ്റെ ക്യാമറ 2-3 ഫോണുകളെല്ലാം പെട്ടെന്ന് ഒരു ഒരു വെള്ളത്തിൽ പോയത് വിഷയം. വെള്ളത്തിൽ ബക്കറ്റ് വെള്ളത്തിൽ വീണു. അത് പോക്കറ്റ് ഇട്ടുകൊണ്ട് പൂജയുടെ പാത്രത്തിന് വെള്ളം എടുത്തും അങ്ങ് വീണു. അതൊക്കെയാണ് വിഷയങ്ങളുണ്ടായത്. അപ്പം അതൊന്നും പ്രോബ്ലം ഇല്ല. ഇപ്പം ചെറുതായിട്ട് റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നില്ല. ഓക്കെ, ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ഓരോ നല്ല നല്ല ടിപ്സുകൾ ഞാൻ ഇട്ട് തരാം. പിന്നെ ഇതിനകത്ത് തന്നെ നിത്യജ്യോതിഷം കൊടുത്തുകൊണ്ടിരുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണമെന്ന് പല ആൾക്കാരും വിളിച്ചിട്ടുണ്ട്. അതും കൊടുക്കാനുള്ള വഴികൾ നോക്കാം. ഏതായിരുന്നാലും നമ്മളൊരു വീടെടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നുള്ള ആരെങ്കിലും ഒരാളെ കൊണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു വീടെടുക്കാവൂ. ഓടിച്ചെന്നൊരു വീടെടുത്ത് അവിടെ താമസമാകുമ്പോൾ വിട്ടുവിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ സമൃദ്ധിയുടെ തട്ടിൽ ടോയ്ലറ്റ് വരരുത്, നമ്മുടെ ആരോഗ്യത്തിൻ്റെ തട്ടിൽ ടോയ്ലറ്റ് വരരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചോണം. ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. അതിനും